പല തെരഞ്ഞെടുപ്പുകളും എൻ ഡി എ ജയിക്കുന്ന സമയത്ത്, ബി ജെ പി ജയിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ വർഗീയ കാർഡ് ഇളക്കി മതപരമായിട്ടും ജാതീയമായിട്ടും ധ്രുവീകരണം നടത്തി ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച പല തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവർ വർഗീയത പറഞ്ഞു ഇല്ല. വർഗീയത എന്ന് പറയുന്നത് അവിടെ ഒരിടത്തും ബി ജെ പി പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ എൻ ഡി എയും പറഞ്ഞിട്ടില്ല. അപ്പം വർഗീയത മാറ്റിവെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ തന്നെ കാണേണ്ടതാണ്. അങ്ങനെ കാണാതെ അതും വർഗീയതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് വർഗീയത എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ദേശാഭിമാനി കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ വർഗീയത പറഞ്ഞ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് ബി ജെ പി വർഗീയമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ എപ്പോഴും നേരിടുന്നത്. അങ്ങനെ നേരിടുമ്പോൾ അതാണ് വർഗീയത, അതവർ പറയുമ്പോൾ അത് പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവും. അതിന് പകരം ബി ജെ പി പോലും ഭയപ്പെട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം വേറെ. ബീഹാർ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നും അതിലൂടെ എങ്ങനെ വിജയം കൊയ്തെടുക്കാനായിട്ട് കഴിയും എന്ന് കൃത്യമായിട്ട് പഠിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് വൻ ഭൂരിപക്ഷം. എന്നുവെച്ചാൽ 200 സീറ്റിലധികം നേടാനായിട്ട് എൻ ഡി എ എന്ന് പറയുന്ന ആ ഐക്യമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ ആരംഭിച്ച കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഗവേണൻസിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.